ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സച്ചിൻ, ഒരു കപ്പൂച്ചിൻ വൈദികനാണ്. ഒരിക്കലും ഈ ഒരു കപ്പൂച്ചിൻ വസ്ത്രമിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമെന്നോ, ഈ ഒരു ഗിറ്റാർ ഉപയോഗിക്കുമെന്നോ, പാട്ട് പാടുമെന്നോ ഒക്കെ ഒരിക്കൽ സ്വപ്നം പോലും കാണാതിരുന്ന ഒരാളാണ് ഇങ്ങനെയൊക്കെ ഈ ഒരു വേഷത്തിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് ഇന്നിവിടെ നിൽക്കുന്നത്. മഹാനായിട്ടുള്ള വാഗ്മിയും പ്രാസംഗികനൊക്കെ ആയിരുന്ന ഫുൾട്ടൻ ജേഷീൻ അദ്ദേഹത്തിൻ്റെ ജീവിതക്കുറിപ്പുകൾ എഴുതി വെച്ച പുസ്തകത്തിൻ്റെ പേര് മൺപാത്രത്തിലെ നിധി എന്നാണ്. അത് ഇന്ന് ഞാനൊരു കഥ പറയാൻ പോവുകയാണ്. ദൈവം ഞാനാകുന്ന ഈ മൺപാത്രത്തിൽ അവിടുത്തെ ഏറ്റവും വലിയ നിധിയായ പൗരോഹിത്യം നിക്ഷേപിച്ചതിൻ്റെ കഥ. യേശുവിൻ്റെ ആ ദാനം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ കഥ. ഒരു ചെറിയ പാട്ടോടെ ആരംഭിക്കാം. യേശു എനിക്കു ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഞാൻ കണ്ണൂരുള്ള പാവനാത്മ കപ്പൂച്ചിൻ പ്രൊവിൻസിലെ ഒരംഗമാണ്. എൻ്റെ വീട് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലാണ്. സുൽത്താൻ ബത്തേരി അസംഷൻ ഫൊറോന ദേവാലയ ഇടവക അംഗമാണ് ഞാൻ. ഞങ്ങളുടെ വീട്ടിൽ 5 പേരാണ്. പപ്പയുണ്ട്, മമ്മിയുണ്ട്, ഒരു ചേട്ടനും ചേച്ചിയുണ്ട്, പിന്നെ അവരുടെ കുടുംബവും. ദൈവവിളിയിൽ എന്നെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചതും എൻ്റെ ദൈവവിളിയിൽ എന്നെ വളരാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചതും എൻ്റെ കുടുംബാംഗങ്ങളാണ്. ശരിക്കും കുടുംബവും കുടുംബത്തിലെ അംഗങ്ങളും അവരുടെ പ്രാർത്ഥനകളുമാണ് ഓരോ ദൈവവിളിയും വളരുന്നതിനുള്ള ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണെന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരപ്പൻ്റെയും അമ്മയുടെയും ഒരു ചേട്ടൻ്റെയും ചേച്ചിയുടെയൊക്കെ മകനായി അനിയനായി പിറന്നുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഒരു പുരോഹിതനായിട്ട് നിൽക്കുന്നത്. അമ്മ എന്നോട് പലപ്പോഴും പറയാറുള്ള ഒരു സംഭവകഥയുണ്ട്. അമ്മ ഒരു അധ്യാപികയായിരുന്നു. എൻ്റെ ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞൊരു 8-9 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്താണ് എൻ്റെ മമ്മി സർവീസിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം ജോലി കയറിയ ഉടനെ ലീവ് എടുക്കുക എന്നുള്ളതൊന്നും സാധ്യമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് ഏകദേശം 9 മാസത്തോളം തന്നെ അമ്മ സ്കൂളിലേക്ക് യാത്ര ചെയ്യുമായിരുന്നെന്നാണ് പറയുക, ബസ്സിൽ കയറി. അപ്പോൾ നിറവയറുമായിട്ട് സ്കൂളിലേക്ക് ഓരോ ദിവസം പോകുമ്പോഴും മമ്മി ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നന്മ നിറഞ്ഞു പറയും എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഒരു നിമിഷം പോലും വിടാതെ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ഈ ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഉദരത്തിലുള്ള ഈ കുഞ്ഞിനെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അമ്മ എന്നെ ഈ ഭൂമിയിലെ ജനനത്തിന് വേണ്ടി ഒരുക്കിയത്. ആ ഒരു പ്രാർത്ഥനയും ആ ഒരു ബലമാണ് ഇന്നും പരിശുദ്ധ അമ്മയുടെ സ്വന്തമായിട്ട്, ഈശോയുടെ സ്വന്തമായിട്ട് ഒരു പുരോഹിതനായി മാറുന്നതിൽ എന്നെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ളത്. പ്രാർത്ഥിക്കുന്ന ഒരപ്പൻ്റെ അമ്മയുടെ മകനായി ജനിക്കാൻ സാധിച്ചത് ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. ഒപ്പം തന്നെ എൻ്റെ ചേട്ടനോടും ചേച്ചിയോടുള്ള നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, കുഞ്ഞായിരിക്കുമ്പം നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന എന്നെ ചൊല്ലി പഠിപ്പിക്കുന്ന എൻ്റെ ചേച്ചിയുടെ മുഖം. അതുപോലെ വീട്ടിൽ കുരിശവരുടെയൊക്കെ സമയത്ത് പ്രാർത്ഥനകൾ ചൊല്ലാനായിട്ട് മടി കാണിക്കുമ്പം, ശ്രദ്ധിക്കാതിരിക്കുമ്പം, താല്പര്യക്കുറവ് കാണിക്കുമ്പോൾ ഒക്കെ ചേട്ടൻ്റെ ചെറിയ ശാസനകളും എന്നെ തിരുത്തുന്നതും നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് എന്നെ ഓർമ്മിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതൊക്കെ ഒത്തിരി സ്നേഹത്തോടെയും നന്ദിയോടെയും ഓർക്കുകയാണ്. ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് എൻ്റെ കുടുംബം. ദൈവം നൽകിയ ആ ദാനത്തെ ഓർത്ത് പാടിപ്പോവുകയാണ്. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ.
എന്നിൽ ദൈവം എങ്ങനെയാണ് രൂപപ്പെടുത്തിയത് എന്നതിൻ്റെ കഥയാണ് ഇനി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ആദ്യ കുർബാനയ്ക്കൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെ ഒരുക്കിയ 2 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. സിസ്റ്റർ റോസ്റ്റോം, സിസ്റ്റർ ഫിൽസി. അപ്പം ഈ സിസ്റ്റേഴ്സ് അന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞ് പ്രാർത്ഥന തന്നിട്ടുണ്ടായിരുന്നു. ഒരു മഞ്ഞ കാർഡിൽ അച്ചടിച്ചൊരു പ്രാർത്ഥന. അത് ദൈവവിളിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. അത് എന്നോട് പറഞ്ഞു, നീ എന്നും ഇത് ചൊല്ലണം, ഒരു ദിവസം പോലും മുടങ്ങാതെ ഇത് ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കണം. അന്ന് മുതൽ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം വീട്ടിൽ കുടുംബ പ്രാർത്ഥന കഴിയുമ്പം ആ ഒരു പ്രാർത്ഥന ഞാൻ ഒറ്റയ്ക്ക് ചൊല്ലും. വീട്ടിലുള്ള ബാക്കി എല്ലാവരും അവർ നിശബ്ദരായിട്ടിരിക്കും, ഞാൻ ഈ പ്രാർത്ഥന ഒറ്റയ്ക്ക് ചൊല്ലും. അത് എൻ്റെ ജീവിതത്തിൽ ഏകദേശം ഞാനൊരു 3ാം ക്ലാസ് തുടങ്ങി ഒരു 10th കഴിയുന്നത് വരെ ഒരു 7 വർഷക്കാലം വരെ അത് തുടർന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു പ്രാർത്ഥനയുടെ ബലം എൻ്റെ ദൈവവിളിയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആ ഒരു പ്രാർത്ഥന എൻ്റെ ഉള്ളിൽ ദൈവവിളി രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആഗ്രഹം, ഇതൊക്കെ ഈശോ ഉറപ്പായിട്ടും കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ചെറുപ്പത്തിൽ തന്നെ അൾത്താരബാലനായിരുന്നുകൊണ്ട് തന്നെ ഈശോയോട് ചേർന്ന് നിൽക്കാനൊക്കെ എനിക്ക് ഒത്തിരി ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അൾത്താരയിലൊക്കെ കയറുമ്പോൾ ഇങ്ങനെ ആളുകൾ പറയും, നീ വലുതാകുമ്പോൾ അച്ഛനാവണം കേട്ടോ, പുരോഹിതനാവണം, നല്ലൊരു വിശുദ്ധനായ ഇതിനാണെന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെയോ, ഈ നല്ല ആളുകളിൽ നിന്ന് ലഭിച്ച പ്രോത്സാഹനങ്ങൾ നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ഈ ഒരു പൗരോഹിത്യത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ പൂവിടുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ ദൈവവിളിയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത സംഭവങ്ങൾ എന്ന് പറയുന്നത് പുസ്തകങ്ങളാണ്. എൻ്റെ അമ്മ ഒരു സ്കൂൾ അധ്യാപികയായിരുന്നു. അമ്മ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിരുന്ന പുസ്തകങ്ങൾ, എനിക്ക് പറ്റുന്ന പുസ്തകങ്ങളൊക്കെ ഞാൻ വായിക്കാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നൊരു 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന സമയത്ത്, പനി പിടിച്ച് കിടക്കുന്ന സമയത്ത് അമ്മ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഒരു പുസ്തകം ഞാൻ വായിക്കാനായിട്ടിടയായി. അതിന്നും ഞാൻ ഓർക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിലെ കേന്ദ്ര കഥാപാത്രം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ്. വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ചുള്ള ആ ഒരു വലിയ പുസ്തകം അന്ന് ഒരൊറ്റ ഇരുപ്പിൽ വായിച്ചു തീർക്കാനായിട്ട് ദൈവം എനിക്ക് കൃപ വന്നു. അന്ന് മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ പതിഞ്ഞൊരു ചിത്രമാണ് അസീസിയിലെ ഫ്രാൻസിസ്. കുറേ കാലത്തോളം ആ മനുഷ്യനോട് ഭയങ്കര സ്നേഹമായിരുന്നു, ആരാധനയായിരുന്നു. അദ്ദേഹം ചെയ്ത പോലെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മുന്നിലൊരു സൂപ്പർ ഹീറോ പോലെയായിരുന്നു ഫ്രാൻസിസ്. പിന്നീട് ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞു, ഒത്തിരി കാലങ്ങൾ കഴിഞ്ഞു. നമ്മുടെ ഒരു അഡോളസെൻ്റ് പീരീഡൊക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു ഫ്ലോയിലും കൂട്ടുകാരുടെ ഒരു പിയർ പ്രഷർ, പിയർ ഗ്രൂപ്പിൻ്റെ ഒക്കെ ഒരു ട്രെൻഡ്, അതിലൊക്കെ ഏർപ്പെട്ട് നമ്മുടെ അത്തരത്തിലുള്ള ഇൻട്രസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എവിടേക്കോ പോയി മറഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്നൊരു സമയത്താണ് ഞങ്ങളുടെ പള്ളിയിൽ ഒരു കൊച്ചച്ഛനായിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ കാപ്പി കളർ ഉടുപ്പൊക്കെ ഇട്ട് ഒരു അച്ഛൻ വരുന്നത്. സാധാരണ നമ്മൾ വെള്ള ഉടുപ്പിട്ടുള്ള അച്ഛന്മാരെ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാനും ഇങ്ങനെ ഈ ഒരു കാപ്പി കളർ ഉടുപ്പൊക്കെ ഇട്ട് അരയിലൊരു കെട്ടൊക്കെ കെട്ടി ഒരു തൊപ്പിയൊക്കെ ഇട്ട് അച്ഛനെ കണ്ട് ഞാനും ഇങ്ങനെ അതിശയത്തോടെ നോക്കിയിരുന്നു. ഇതെന്ത് സംഭവം, ഇത് കാണാനൊക്കെ നല്ല രസമുണ്ടല്ലോ ഈ ഉടുപ്പൊക്കെ. അപ്പം സാധാരണ അച്ഛന്മാരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കുറച്ച് മാറി നിൽക്കാനായിട്ടാണ് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്. പക്ഷേ പതിയെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനമൊക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ചു. അച്ഛൻ്റെ പേര് ബിജു എന്നായിരുന്നു. അപ്പം അച്ഛനുമായിട്ട് വളരെ കൂട്ടായി. അപ്പോൾ അച്ഛനിങ്ങനെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഞങ്ങളെ കൊണ്ടുപോകും. ഇങ്ങനെ വെക്കേഷനുകളിലൊക്കെ ഞങ്ങൾ അവിടെ ക്യാമ്പുകൾക്കൊക്കെ പോകും, കപ്പൂച്ചിൻ ആശ്രമങ്ങളിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്ന ഇടയിൽ ഒരു ക്രിസ്മസ് അവധിക്കാലത്ത് ഒരു ആശ്രമത്തിൽ വെച്ച് കിടന്ന ക്യാമ്പിൽ അദ്ദേഹം എനിക്കൊരു കുഞ്ഞു പുസ്തകം സമ്മാനിച്ചു. ഒരു ചിത്രകഥയായിരുന്നു. ആ ചിത്രകഥയുടെ പേര് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് എന്നായിരുന്നു. ഈ പുസ്തകം വായിച്ചതും എൻ്റെ ഉള്ളിലിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഫ്രാൻസിസിനോടുള്ള ആരാധനയൊക്കെ സടകുടഞ്ഞ് എഴുന്നേറ്റ്. നമ്മൾ ഒരു കാലത്ത് ഒത്തിരി ആദരവോടെ ആരാധനയോടെ കണ്ട ആ മനുഷ്യൻ വീണ്ടും ഇതാ എൻ്റെ മുന്നിൽ. ആ പുസ്തകം വായിച്ച രാത്രി ഇന്ന് എൻ്റെ ഓർമ്മയിലുണ്ട്. ശരിക്കും അന്ന് മനസ്സിൽ എടുത്തൊരു തീരുമാനം ആണ്, ജീവിക്കുന്നെങ്കിൽ ഒരു കപ്പൂച്ചിനായിട്ട് ജീവിക്കണം, ഇതുപോലെ ജീവിക്കണം, അസീസിലെ ഫ്രാൻസിസിനെ പോലെ ജീവിക്കണം എന്നുള്ളത്. അന്ന് ആ പുസ്തകം വായിക്കുന്നതും പുസ്തകം വായിച്ച് അടച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഇന്നും മനസ്സിലിങ്ങനെ പച്ചകടാതെ നിൽക്കുന്ന ഓർമ്മയാണ്. ഫ്രാൻസിസ് ഇങ്ങനെ എന്നെപ്പോലെ ഒക്കെ തല്ലിപ്പൊളിയായിട്ട് നടന്ന ഒരാളാണ്. ഇങ്ങനെ കൂട്ടുകാരുടെ കൂടി അടിച്ചുപൊളി ജീവിതം ആസ്വദിക്കണം എന്ന് ആഗ്രഹിച്ച ആളാണ്. പക്ഷേ ഈശോ എപ്പോഴോ ആ മനുഷ്യനെ തൊട്ടപ്പം അയാൾ തിരിച്ചറിയാണ് ഈ ജീവിതം അത് ദൈവത്തിൻ്റെ കൃപയെന്നല്ലാണ്ട് എന്താണ്. എന്താ പറയാ, എന്താ ഇപ്പം ചെയ്യാ,
കൃപയെന്നല്ലാതെ ഇനി എന്നാ പറയാനാന്നേ, എന്താ പറയാ, എന്താ ഇപ്പ ചെയ്യാ, കൃപയെന്നല്ലാതെ എന്നാ പറയാനാന്നേ. അങ്ങനെ അസീസിലെ ഫ്രാൻസിസിൻ്റെ മാർഗത്തിൽ ഈശോയെ അനുഗമിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. കപ്പൂച്ചിൻ സഭയിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ആഗ്രഹമൊക്കെ വീട്ടുകാരോട് പറഞ്ഞു. പൊതുവേ നല്ലൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലി ആയതുകൊണ്ട് തന്നെ അവരൊത്തിരി സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി തന്നെ അത് ഏറ്റെടുത്തു. എങ്കിലും സ്വന്തം മോൻ, ഏറ്റവും ഇളയ മോൻ, വയസ്സുകാലത്ത് കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ മോൻ സെമിനാരിയിലേക്ക് പോകുമെന്ന് പറയുമ്പം മകനെ ഒരു അച്ഛനായി കാണണമെന്ന് എത്ര ആഗ്രഹമുള്ള പാരൻസിന് പോലും ഉള്ളിലൊരു വിഷമം ഉണ്ടാവും. അത് എത്രമാത്രമാണ് എന്നൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞത് ആക്ച്വലി എൻ്റെ തിരുപ്പട്ടത്തിൻ്റെ ആ ഒരു ദിവസമാണ്. പാരൻസ് അവരുടെ ഉള്ളിലുള്ള ഞാനൊരു പുരോഹിതനായിട്ട് എന്നെ കാണുന്നതിലുള്ള അവരുടെ സന്തോഷവും ഒപ്പം തന്നെ മകനെ ഇങ്ങനെ ദൈവത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് പറിച്ചു കൊടുക്കുന്നതിൻ്റെ അവരുടെ വേദനയൊക്കെ ഞാൻ കണ്ടത് തിരുപ്പട്ടത്തിൻ്റെ അന്നായിരുന്നു. അന്നെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പട്ടം കഴിഞ്ഞ് നന്ദി പറയുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പം ആദ്യം നമ്മൾ എല്ലാവർക്കും നന്ദി പറഞ്ഞ് ഏറ്റവും ഒടുവിലാണ് പാരൻസിന് നന്ദി പറയുക. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരു പുരോഹിതന് മാത്രം കിട്ടുന്നൊരു പ്രിവിലേജാണ്. നമ്മളൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ എല്ലാവർക്കും നമ്മൾ നന്ദി പറയും. നമ്മുടെ ഓഫീസിലുള്ളവർക്ക്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ. പക്ഷേ നമ്മൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുന്നവർക്ക് പലപ്പോഴും നന്ദി പറയാറില്ല. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, ഇവർക്കൊന്നും നമ്മൾ നന്ദി പറയാറില്ല. അപ്പം ഞങ്ങൾ പുരോഹിതർക്ക് മാത്രം കിട്ടുന്നൊരു പ്രിവിലേജാണത്. അന്ന് അപ്പനും അമ്മയ്ക്കും നന്ദി പറഞ്ഞ് തുടങ്ങിയപ്പം ഞാനിങ്ങനെ ഒരു സെൻറ്റൻസ് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ഓരോ തവണയും അവധിക്ക് വീട്ടിൽ വന്നിട്ട് തിരികെ പോകുമ്പം, സെമിനാരിലേക്ക് മടങ്ങുമ്പം തിരിഞ്ഞു നോക്കാൻ പേടിയാണ്. കാരണം മമ്മിയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ടാവും. പക്ഷേ പ്രിയപ്പെട്ട പപ്പ, മമ്മി, അന്ന് ഞാൻ നിങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം നിങ്ങളെ നോക്കിയാൽ ഞാൻ കരഞ്ഞു പോകുമെന്നറിയാം. പക്ഷെ ഇന്ന് ആ ഒരു പേടി ഉണ്ടെങ്കിൽ കൂടെ നിങ്ങളുടെ മുഖത്തേക്ക് ഞാനൊന്ന് നോക്കി, നിങ്ങളുടെ മുഖത്ത് നോക്കി നന്ദി പറയുകയാണെന്ന് പറഞ്ഞിട്ട് മമ്മിയുടെ മുഖത്തേക്കൊന്ന് തെന്നി നോക്കി. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പപ്പ കരയുന്നത് കണ്ടിട്ടേ ഇല്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. സ്വന്തം അമ്മ മരിച്ച സമയത്ത് പപ്പയുടെ കണ്ണൊന്ന് നിറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ ആ മനുഷ്യൻ കരയുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. പപ്പ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ മുഖം പൊത്തി കരയുന്ന കാഴ്ച ഞാനന്ന് കണ്ടു. മമ്മിയുടെ കണ്ണുകൾ നിറഞ്ഞ് കവിയുന്നത് ഞാൻ കണ്ടു. പിന്നീട് അങ്ങോട്ട് നോക്കാനായിട്ടുള്ള ബലം എനിക്കില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ നോക്കിയിട്ടില്ല. അതെ, ഇങ്ങനെ ചങ്ക് പറിക്കുന്ന വേദനയോട് കൂടിയാണ് അവർ ഇങ്ങനെ ഓരോ മാതാപിതാക്കളും അവരുടെ മക്കളെ പൗരോഹിത്യത്തിലേക്ക് സമർപ്പിക്കുക. നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതുന്നവർക്ക് പോലും ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും. നമ്മളെ തിരിച്ചറിയാൻ പറ്റാത്ത അവസരങ്ങൾ വരും. പക്ഷേ അപ്പോഴൊക്കെയും നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെന്ന് പറയുന്ന ഈശോയാണ്. ആ ഒരു ബോധ്യം പല പല അനുഭവങ്ങളിലൂടെ എൻ്റെ ഉള്ളിൽ ഉറക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈശോയുടെ കൂടെയുള്ള ഈ ഒരു യാത്ര എത്ര സുന്ദരമാണെന്ന് ഞാനിങ്ങനെ ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജീവിതം സ്വീകരിക്കുന്നവരാരും ഒരിക്കലും അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തുകയല്ല, വലിയൊരു ആനന്ദത്തിലേക്ക്, സന്തോഷാനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യേശുവിൻ കൂടെയുള്ള യാത്ര എത്ര ആനന്ദകരമാണ്. യേശുവിൻ കൂടെയുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലായി. യേശുവിൻ കൂടെയുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലായി. സെമിനാരിയിൽ ചേർന്ന ശേഷവും ഒത്തിരി നല്ല പുസ്തകങ്ങളാണ് ശരിക്കും എൻ്റെ ദൈവവിളിയിൽ മുന്നോട്ട് പോകാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചതും പ്രോത്സാഹിപ്പിച്ചതൊക്കെ. കുറേ നല്ല ആത്മീയ പുസ്തകങ്ങൾ, അങ്ങനെ വായിച്ച മനോഹരമായിട്ടുള്ള ഒട്ടനവധി പുസ്തകങ്ങളിൽ ഒരു പുസ്തകം വിശുദ്ധ അൽഫോൻസാമയെക്കുറിച്ചുള്ളതായിരുന്നു. വിശുദ്ധ അൽഫോൻസാമ ഇങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പറയുക: ഞാൻ ഇത്രയും വേദന സഹിച്ച്, കഷ്ടങ്ങൾ സഹിച്ച് മഠത്തിൽ ചേർന്നത്
ഒരു വിശുദ്ധയാകാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? ഇങ്ങനെ അൽഫോൻസാമ്മ കാലൊക്കെ പൊള്ളിച്ചാണ് മഠത്തിൽ ചേരാനുള്ള പെർമിഷൻ കിട്ടിയെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് അൽഫോൻസാമ്മ പറയുന്നത്, ഒരു വിശുദ്ധയാകാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ഇത്ര കഷ്ടതകൾ സഹിച്ച് മഠത്തിൽ ചേർന്നത്? ഇതെനിക്ക് എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്ത ഒരു വചനമാണ്, ഒരു കോട്ടാണ്. ഒരു വിശുദ്ധനായിട്ടുള്ള ഒരു വൈദികനാകണം എന്ന് പലരും എന്നോട് പറയാറുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നവും. കഴിഞ്ഞൊരു 10-12, അത്രയല്ല, അതിൽ കൂടുതലെന്ന് വേണമെങ്കിൽ പറയാം, ഒരു 13-14 വർഷത്തോളമായിട്ട് ഏതൊരു ദേവാലയത്തിൽ കയറിയത് നമുക്കറിയാം, നമ്മൾ പുതിയൊരു ദേവാലയത്തിൽ കയറിയിട്ട് പ്രാർത്ഥിക്കുന്ന 3 കാര്യങ്ങൾ ദൈവം സാധിച്ചു തരും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഏതൊരു ദേവാലയത്തിൽ കയറുകയാണ്, പുതുതായിട്ട് ഏതൊരു ദേവാലയത്തിൽ ചെന്നാലും എൻ്റെ ആദ്യത്തെയും അവസാനത്തെയൊക്കെ പ്രാർത്ഥന ഇത് തന്നെയാണ്, ഈശോ ഒരു വിശുദ്ധനായ കപ്പൂച്ചിൻ വൈദികനായിട്ട് ജീവിക്കാനായിട്ട് എന്നെ അനുവദിക്കണമേ എന്നുള്ളത്. അത് തന്നെയാണ് ഏറ്റവും വലിയ സ്വപ്നം. എങ്കിലും എത്ര വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും സ്വപ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ പൗരോഹിത്യ ജീവിതം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഒത്തിരി സ്ട്രഗിൾസും ബുദ്ധിമുട്ടുകളൊക്കെ ഈ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒരു പുരോഹിത വിദ്യാർത്ഥിയുടെ ഫോർമേഷൻ സമയത്ത്, ഏകദേശം 10-12 വർഷത്തോളം നീളുന്ന ഫോർമേഷൻ്റെ സമയത്ത് ഉറപ്പായിട്ടും ഒരിക്കലെങ്കിലും ഒരു ഭയങ്കര സ്ട്രഗിളിലൂടെ അവൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റർ പഠിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ അവൾ കടന്നു പോകും. അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. പലരുടെ അനുഭവങ്ങളിൽ നിന്നും എൻ്റെ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ചും ആദ്യത്തെ സെമിനാരിൽ ചേർന്നൊരു 10 വർഷത്തോളം വളരെ ഈസി ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു, വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു. 10ാം വർഷമാണ് എൻ്റെ ലൈഫിൽ വലിയൊരു സ്ട്രഗിൾ കടന്നു വരുന്നത്. ഞാൻ സെമിനാരിയിൽ നിന്ന് മടങ്ങി പോകുന്നതിനെക്കുറിച്ചൊക്കെ ഒരു തവണ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്. ശരിക്കും ഈ ജീവിതം എനിക്ക് വേണ്ടതാണോ? എന്നെ ദൈവം വിളിച്ചതാണോ? എൻ്റെ ജീവിതം മറ്റൊന്നാണെങ്കിൽ കുറച്ചും കൂടെ മനോഹരമായില്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയ നിമിഷങ്ങളുണ്ട്. പക്ഷെ ആ ഒരു സമയത്താണ് വേറൊരു രീതിയിലൂടെ ഈശോ എന്നെ തിരിച്ച് വീണ്ടും അവൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നത്. ഈശോ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നെന്നും അവൻ എന്നെ ഒത്തിരി ആവശ്യമുണ്ടെന്നും അവൻ ഇഷ്ടപ്പെട്ടാണ് എന്നെ വിളിച്ചതെന്നൊക്കെ എനിക്ക് ബോധ്യമാകുന്ന അപ്പോഴാണ്. ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെയാണല്ലോ വായിക്കുക, അവൻ മലയിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. അവൻ ശരിക്കും എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് വിളിച്ചതെന്നൊക്കെ മനസ്സിലാവുന്ന ആ സമയത്താണ്. സെമിനാരിയിൽ ചേരാനായിട്ട് തീരുമാനം എടുത്തപ്പം അതിനോടൊപ്പം തന്നെ ചില സുപ്രധാന തീരുമാനങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇനി ഒരിക്കലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗം ഞാനിങ്ങനെ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഫേസ്ബുക്ക് അഡിക്റ്റ് ആയിരുന്നു വേണമെങ്കിൽ തന്നെ പറയാം. മുഴുവൻ സമയവും ഫേസ്ബുക്കിലാണ് ചിലവഴിച്ചിരുന്നത്. ഇങ്ങനെ ചാറ്റിങ്ങും അതുപോലെ തന്നെ പോസ്റ്റുകൾ ഇടാനും അതിൻ്റെ ലൈക്കുകൾ നോക്കാനും അങ്ങനെയൊക്കെ ഒത്തിരി സമയം ഞാൻ കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈശോ എനിക്ക് നൽകിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, അവനെ കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നൽകിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് എൻ്റെ വൊക്കേഷൻ ഈശോ സ്ട്രെങ്തൻ ചെയ്തത്. ഞാനിങ്ങനെ ഒരു സംഭവം ഓർത്തു പോവുകയാണ്, ഇങ്ങനെ സെമിനാരിൽ ചേർന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും ഇനി സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല എന്നുള്ള തീരുമാനം എടുത്താണ് സെമിനാരിൽ ചേർന്നത്. ഈ ഒരു തീരുമാനം എടുത്ത് സെമിനാരിൽ ചേർന്ന് ഏകദേശം ഒരു 8 വർഷത്തോളം ഞാനിങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ഇൻ്റർനെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അങ്ങനെയാണ് ഉള്ളൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് അങ്ങനെ ഒരു 7 വർഷം കഴിഞ്ഞു. ഞങ്ങളൊരു ക്യാമ്പിന് വേണ്ടിയിട്ട് വയനാടുള്ള ഒരു ദേവാലയത്തിലേക്ക് പോവാണ്. ഞാനും എൻ്റെ കൂടെ ഒരു അച്ഛനും ഒപ്പം തന്നെ കുറച്ച് സിസ്റ്റേഴ്സും ഉണ്ട്. ഒരു പള്ളിയിലെ വേദപാഠ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു ക്യാമ്പ് നടത്തുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിനിടയ്ക്ക് ഞങ്ങളുടെ കൂടെയുള്ള സിസ്റ്റേഴ്സ് കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അച്ഛനും ക്ലാസ്സുകൾ എടുക്കുന്നു. ആ സമയത്ത് തന്നെ സിസ്റ്റേഴ്സ് കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കും. അപ്പോൾ ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്നതിനിടയിൽ ശ്രദ്ധിക്കുന്നുണ്ട്, ഈ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് പോയിട്ട് മടങ്ങി വരുന്ന കുട്ടികളുടെ മുഖത്തൊക്കെ ഒരു പ്രകാശം കാണാനുണ്ട്, അവരുടെ മുഖത്തൊക്കെ ഒരു ചേഞ്ച് കാണാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ദീർഘകാലമായിട്ട് കൗൺസിലിംഗ് ഒന്നും കൂടാത്ത ഞാൻ എൻ്റെ കൂടെയുള്ള അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഈ കൗൺസിലിങ്ങിൽ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്, എനിക്കൊരു കൗൺസിലിംഗ് കൂടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു, ഓക്കെ ഞാൻ അറേഞ്ച് ചെയ്യാം, ഞാൻ സിസ്റ്റേഴ്സിനോട് സംസാരിക്കാമെന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റർ ഞാനിങ്ങനെ കൗൺസിലിംഗ് സെഷന് വേണ്ടി ഇരിക്കുകയാണ്. സിസ്റ്റർ പ്രാർത്ഥിച്ച് ഇങ്ങനെ എൻ്റെ ലൈഫിൽ നടന്ന കുറേ സംഭവങ്ങളൊക്കെ പറയാൻ വേണ്ടി തുടങ്ങി. ഞാനതൊക്കെ ഇങ്ങനെ അനുഭവത്തോടെ കേട്ടിരിക്കുകയാണ്. അവസാന സിസ്റ്റർ എന്നോട് പറഞ്ഞു, മോനിങ്ങനെ
ഈശോയെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ കൊടുക്കുന്നതായിട്ട് യുവജനങ്ങളുമായിട്ടൊക്കെ സംവദിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞതിനോട് ഞാൻ വല്ലാതെ വിയോജിച്ചു. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ലെന്ന് തീരുമാനമെടുത്ത ഒരാളാണ്. ഇത് സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ല. സിസ്റ്റർക്ക് പോയതാവും. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ഇത് തന്നെ എന്നോട് പറഞ്ഞു. ഞാൻ പിന്നെ പ്രായമൊക്കെയുള്ള സിസ്റ്ററല്ലേ, സിസ്റ്ററിനെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് അതൊക്കെ അംഗീകരിച്ചു കൊടുത്തു. ഈ ഒരു സംഭവം നടന്ന ഏകദേശം ഒരു 3 വർഷത്തിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ടൊരു സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുന്നത്. അതിന് പിന്നിലൊരു കാരണമുണ്ട്. കാരണം സെമിനാരിയിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോണൊന്നുമില്ല. ഞങ്ങൾക്ക് ആകെ ഉള്ളത് ഒരു ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉള്ള ഒരു കമ്പ്യൂട്ടർ ലാബാണ്. അപ്പം അല്പമൊക്കെ ചിത്രം വരയിലൊക്കെ താല്പര്യമുള്ള എനിക്ക്, ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ എൻ്റെ വീട്ടുകാരെ കാണിക്കാനായിട്ട് എനിക്ക് യാതൊരു മാധ്യമങ്ങളും ഇല്ല. അപ്പോൾ ഞാൻ ചിത്രം വരയ്ക്കുന്നതിലൊക്കെ ഒത്തിരി സന്തോഷിച്ചിരുന്നതും എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്നത് എൻ്റെ സഹോദരങ്ങളായിരുന്നു. അപ്പം ഇവരെ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ചേട്ടനും ചേച്ചി ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ കമ്പ്യൂട്ടർ ലാബും അതിലുള്ള ഇൻ്റർനെറ്റും, അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയാൽ അങ്ങനെ അതിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊക്കെ കാണാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ആദ്യമായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങുന്നത്. അപ്പം ചിത്രങ്ങൾ വരയ്ക്കുന്നു, ഫോട്ടോ എടുത്ത്, സെമിനാരിലൊരു ക്യാമറയുണ്ട്, അത് ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് കമ്പ്യൂട്ടറിലിട്ട് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെയാണ് തുടങ്ങുന്നത്. പിന്നീട് കുറേ മുന്നോട്ട് പോയപ്പോൾ ആണ് അങ്ങനെ ഗിറ്റാറൊക്കെ ഇങ്ങനെ റൂമിൽ വെറുതെ പൊടി പിടിച്ചിരിപ്പുണ്ട്, അതൊക്കെ ഉപയോഗിച്ചൊരു പാട്ടൊക്കെ പാടിയാലോ എന്ന് ആലോചിക്കുന്നത്. അങ്ങനെ ഒരു പാട്ട് പാടിയിടുന്നു. അതിന് ഒത്തിരി നല്ല റിയാക്ഷൻസും കമൻസൊക്കെ വരുന്നു. വെറും റിയാക്ഷൻസും കമൻസ് എന്ന് പറഞ്ഞാൽ മതിയാവില്ല. ചില ആളുകളൊക്കെ ചില പാട്ടുകളോട് റിയാക്ട് ചെയ്തത് എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഒത്തിരി തളർന്നിരുന്ന ആളുകൾ, ആത്മീയമായിട്ട് ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നിരുന്ന ആളുകൾ, ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ ചെറിയ സംഗീതവും പാട്ടും നമ്മൾ പറയുന്ന ചില ചിന്തകളൊക്കെ അവരുടെ ജീവിതങ്ങളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്, മാറ്റിമറിക്കുന്നുണ്ട്, ഈശോയോട് അടുപ്പിക്കുന്നുണ്ട് എന്നുള്ള സത്യം അവരുടെ തന്നെ വാക്കുകളിലൂടെ കമൻസ് ആയിട്ടും മെസ്സേജസ് ആയിട്ടൊക്കെ എനിക്ക് ലഭിച്ചപ്പോൾ അതെനിക്ക് വലിയൊരു തുറവയാണ് നൽകിയത്. അപ്പം ഇങ്ങനെ ഇരിക്കുന്നൊരു സമയത്താണ് ഞാൻ എൻ്റെ ദൈവവിളിയിൽ ഏറ്റവും വലിയ ക്രൈസിസ് അനുഭവിക്കുന്നത്. ഒരു പ്രത്യേക സംഭവം ഉണ്ടാകുന്നു. സെമിനാരിൽ നിന്ന് മടങ്ങിപ്പോകാനായിട്ട് ഞാൻ തീരുമാനിക്കുന്നു. ഈ ഒരു ദൈവവിളി ഉപേക്ഷിച്ചാലോ എന്നൊക്കെ ചിന്തിക്കുന്നൊരു സമയം ഉണ്ടാകുന്നു. ഈ സമയത്ത് തന്നെയാണ് ഈശോ എന്നെ കൊണ്ടുപോയിട്ട് ഇൻസ്റ്റഗ്രാമിൽ പ്ലേസ് ചെയ്യുന്നത്. ഞങ്ങളുടെ കുറച്ച് വീഡിയോസൊക്കെ കുറച്ച് റീച്ച് കിട്ടുന്നതും പോപ്പുലർ ആവുന്നതൊക്കെ. അപ്പോഴാണ് ഒത്തിരി മെസ്സേജുകൾ ഇങ്ങനെ എന്നെ തേടി വരുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ്, വേൾഡ് നീഡ് പ്രീസ്റ്റ്. ദൈവത്തിന് നല്ല പുരോഹിതരെ, ഹോളി പ്രീസ്റ്റിനെ ആവശ്യമുണ്ട്. പ്രാർത്ഥിക്കുന്ന, ഈശോയുടെ അടുപ്പമുള്ള, ഈശോയെക്കുറിച്ച് പറയുന്ന ആളുകളെ ആവശ്യമുണ്ട്, വൈദികരെ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുകയാണ്. എൻ്റെ പാട്ടുകൾ, എൻ്റെ എളിയ സംഗീതത്തെ, എൻ്റെ ഈ കയ്യിലുള്ള ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ, പറയുന്ന വാക്കുകളെ ഒക്കെ ഈശോ ആളുകളിലേക്ക് അവൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ എത്തിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞു വാക്കുകളും പാട്ടുകളും ആളുകളുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നുണ്ട്, ഈശോയിലേക്ക് അടുപ്പിക്കുന്നുണ്ട് എന്നൊക്കെയുള്ളൊരു ബോധ്യം എനിക്കൊരു സമയത്താണ് കിട്ടുന്നത്. അതാണ് വീണ്ടും തിരിച്ച് ഒരു ദൈവവിളിയിൽ ആഴപ്പെടാൻ വേണ്ടിയിട്ടും അവന് വേണ്ടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും ഇറങ്ങിത്തിരിക്കാനൊക്കെ ആയിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എൻ്റെ പൗരോഹിത്യ ജീവിതം ഞാനിവിടെ ആരംഭിക്കുമ്പോൾ ഇനിയും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തണമേ എന്നൊരു യാചന മാത്രം. നമുക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ കവാടം മുട്ടിക്കൊണ്ടേയിരിക്കുന്ന കുറച്ച് പേരുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒരു പുരോഹിതൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഈ ഒരു ശക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ യാചിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ കരങ്ങളിന്മേൽ നിന്നുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ഇനിയും ഏറെ പ്രാർത്ഥിക്കണമേ എന്ന് യാചിക്കുന്നു, അപേക്ഷിക്കുന്നു. ഹൃദയം നിറയെ നന്ദിയോടുകൂടി ഇന്നുവരെ ദൈവം ചെയ്ത എല്ലാ നന്മകളെ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടെ പാടട്ടെ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. യേശുവേ, നിന്നെ എൻ്റെ നാഥനായി സ്വീകരിക്കുന്നു
സ്വീകരിക്കണമേ.